ഈ പെൺകുട്ടി വിവാഹിതയാണ്. അവർ ഒരല്പം തടി കൂടിയ ഒരാളാണ്. അപ്പോ ഭർത്താവിന്റെ വീട്ടുകാരും നിരന്തരം തടിച്ച് തടിച്ച് എന്ന് വിളിച്ച് ഇവരെ വല്ലാതെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു അവസ്ഥ വന്നപ്പോ ഇവർക്ക് ഒരു കുറച്ച് ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ തോന്നി. അതൊരു ബോഡി ഷെയ്മിങ് ആണ് എന്ന് ഇവർ തുറന്നു പറഞ്ഞു. ഏതാണ്ട് ആ ഒരു ഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള ഒരു മാനസികമായ അടുപ്പം കുറയുകയും അവരുടെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ജീവിതത്തിൽ അതൊരു ഒരു ഒരു ഗ്യാപ്പിന് ഇടവരുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഭർത്താവിനെ ഏതെങ്കിലും തരത്തിൽ തിരുത്താൻ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ താളപ്പിഴകൾ മാറ്റാൻ കഴിയുമോ എന്നുള്ളത്. അങ്ങനെ മാറ്റണമെങ്കിൽ ഈ രണ്ട് വ്യക്തികൾക്കും മാറണം. നമ്മളുടെ വിവാഹ ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുമിച്ച് തന്നെ ജീവിക്കണം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചകൾക്കും ഈ രണ്ട് വ്യക്തികളും തയ്യാറാണ് എങ്കിൽ മാത്രമേ അവിടെ ഫലപ്രദമായ രീതിയിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടോടുകൂടി നമുക്ക് സഹായിക്കാൻ കഴിയും. ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ തെറാപ്പി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നതിൽ വ്യക്തിക്ക് അല്ലെങ്കിൽ വരുന്ന ക്ലയൻസിന് ഗുണം കിട്ടണമെങ്കിൽ അവർക്കത് മാറ്റിയെടുക്കാനുള്ള ഒരു യഥാർത്ഥ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇവിടെ നടന്ന ബോഡി ഷെയ്മിങ്ങിന്റെ കാര്യം, അതായത് മനുഷ്യന്റെ സെക്ഷൽ പ്രിഫറൻസിനെ പറ്റി ഹാൻസ് ജെ ഐസങ്കും ഗ്ലെൻ വിൽസണും ചേർന്ന് ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ചില വ്യക്തികൾ ഇഷ്ടപ്പെടുന്നത് വലിയ സ്തനങ്ങൾ, തടിച്ച ശരീരം, വലിയ നിതംബങ്ങളുമുള്ള സ്ത്രീകളെയാണ്. അതൊരു പ്രിഫറൻസ് ആണ്, ചോയ്സ് ആണ്. അതുപോലെ മറ്റു ചില പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത് വൃഷഗാത്രികളായ സ്ത്രീകളെയാണ്. മറ്റു ചില പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത് ചെറിയ സ്തനങ്ങളും ചെറിയ നിതംബവുമുള്ള സ്ത്രീകളെയാണ്. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഇപ്പൊ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ വെജിറ്റേറിയൻ ഫുഡാണോ നോൺ വെജിറ്റേറിയൻ ഫുഡാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തിയുടെയും ചോയ്സ് ഓരോന്ന് തന്നെയായിരിക്കും. ഇപ്പൊ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ആളിന് തന്നെ ചിലപ്പോൾ സാമ്പാർ ഇഷ്ടമല്ലായിരിക്കും, മറ്റൊരാൾക്ക് സാമ്പാർ കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് രസമായിരിക്കും ഇഷ്ടം, ചിലർക്ക് പരിപ്പ് കറി ആയിരിക്കാം ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ, അതാണ് ഇവിടുത്തെ ഐ ഓപ്പണർ എന്ന് പറയുന്നത്. വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയോ ആണിനെയോ കാണാതെയല്ല കല്യാണം കഴിക്കുന്നത്, കണ്ടിട്ട് തന്നെയാണ്. ആ കാണുന്ന സമയത്ത് നമുക്ക് ഈ വ്യക്തിയെ, പ്രതിസുത വരനെ അല്ലെങ്കിൽ വധുവിനെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു തീരുമാനം എടുക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടോ കല്യാണം ഒഴിവാക്കണം. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എനിക്ക് ഈ വ്യക്തിയെ അത്ര തൃപ്തിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടുകാരുടെ നിർബന്ധം, അവിടെയാണ് വീട്ടുകാരുടെ നിർബന്ധം വരുന്നത്. എടാ അത് നിനക്ക് ചേരുന്ന പെണ്ണാണ്, നല്ല കുടുംബമാണ്, അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ജോലിയാണ്, വിദ്യാസമ്പന്നരാണ്, നല്ല സമ്പത്തുള്ള കുടുംബമാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വരും. അത് പെണ്ണിനോടായാലും ആണിനോടായാലും അത്തരം പ്രലോഭനങ്ങളിൽ വീണിട്ട് നമ്മുടെ താല്പര്യങ്ങളെ ബലി കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഇനി അങ്ങനെ അഥവാ കഴിച്ചതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ കുറെ ഭക്ഷണം കഴിച്ചിട്ടോ മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ഭാഗമായിട്ടോ ഒരു വ്യക്തിക്ക് വിവാഹശേഷം തടി കൂടുന്നതിന് പല കാരണങ്ങളും ഉണ്ട്. ഒന്ന് ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ, എസ്പെഷ്യലി തൈറോയിഡിന്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ തടി വെക്കുന്നതിന് കാരണമാകാം. ഇനി ഒരു പ്രസവത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പണ്ടൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞു കാണും, പ്രസവ ശുശ്രൂഷ എന്ന് പറയും. ഒരു 3 മാസം അവളെ പെറ്റേൽപ്പിച്ച് വിടണം. ഈ പെറ്റേൽപ്പിച്ച് വിടുക എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞൊരു 3 മാസം അനങ്ങാതെ ബെഡിൽ കിടക്കുക, പിന്നെ ആയുർവേദ പച്ചമരുന്നുകളിട്ട വെള്ളത്തിൽ ഒരാൾ വന്ന് കുളിപ്പിക്കും, കുറെ നെയ്യും കഷായവും കുറെ ലേഹ്യവും ഇതൊക്കെ കൊടുക്കും. ഈ നെയ്യെല്ലാം കൂടെ കഴിച്ച് ചിലപ്പോ 55 കിലോ ഉള്ള ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്ക് 95 കിലോ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ആ ഭർത്താവിന് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇവിടെയാണ് രണ്ടുപേരും തിരുത്താൻ തയ്യാറാവുന്നത്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പറ്റുമെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം
അവർ കുറച്ച് കഠിന പ്രയത്നം ചെയ്ത് ശരിയായ ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് നടത്തുക. ഈ ഒരു പൊണ്ണത്തടിക്ക് പിന്നിൽ എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക. മെഡിക്കൽ റീസൺസ് ഒന്നും ഇല്ല എങ്കിൽ കൃത്യമായ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും കൊണ്ട് ആ തടി കുറയ്ക്കാനായിട്ട് ഈസി ആയിട്ട് കഴിയും. അതിന് രണ്ടുപേരും തയ്യാറാവും. തയ്യാറായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഇരുന്നാൽ അധികം താമസിയാതെ നേരെ ഇതൊരു ഫാമിലി കോർട്ടിൽ ഒരു ഡൈവോഴ്സ് പെറ്റീഷനായിട്ട് പ്രത്യക്ഷപ്പെടും.